കീമിൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാതെ സുപ്രീം കോടതി അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. 4 ആഴ്ചയ്ക്കകം സർക്കാരിനോട് വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സമയവുമായി ബന്ധപ്പെട്ട സമയപരിധി പരിഗണിച്ചാണ് അപ്പീൽ നൽകാത്തതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. ഹാൻസ് ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കീം പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന സർക്കാരിൻ്റെയും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ആദ്യത്തെ ഈ പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 1-നാണ്. ഇതിൽ ഈ പട്ടികയിൽ CBSE വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടു. ഇതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഈ പട്ടിക റദ്ദാക്കുന്നു. അതിനുശേഷം ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിക്കുകയും പക്ഷേ ആ അപ്പീലും ഡിവിഷൻ ബെഞ്ച് തള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. പിന്നീടാണ് സംസ്ഥാന സർക്കാർ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ പട്ടികയിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി നേരിട്ടതിനെ തുടർന്നാണ് അവർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ പ്രധാനമായും വിദ്യാർത്ഥികൾ പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നയപരമാണെന്നും ഹൈക്കോടതിയുടെ ഇടപെടൽ ശരിയായില്ല എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവർ ഹർജി സമർപ്പിച്ചത്. പക്ഷേ സുപ്രീം കോടതിയിലും കേരള സിലബസ് വിദ്യാർത്ഥികൾ തിരിച്ചടി നേരിട്ടു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുമില്ല. അതിനോടൊപ്പം തന്നെ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാനുമാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും തന്നെയില്ല. അതുമാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇനി അപ്പീൽ സമർപ്പിക്കാനില്ല എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14-നകം ഈ കീമുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയർ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് AICTE നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇനി അപ്പീൽ സമർപ്പിച്ചാൽ ഇത് പ്രവേശന നടപടികളെ ബാധിക്കുമോ എന്ന സംശയം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി അപ്പീൽ സമർപ്പിക്കാത്തതെന്നാണ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ പ്രവേശന തീയതി മാറ്റം വരുത്തുകയാണെങ്കിൽ, പ്രവേശന തീയതിയിൽ AICTE മാറ്റം വരുത്തുകയാണെങ്കിൽ മാത്രം അപ്പീൽ സമർപ്പിക്കുന്നത് പരിഗണനയിലുണ്ട് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് കീം പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള തീയതി 18-ാം തീയതി വരെ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട്. 18-ാം തീയതി വൈകിട്ട് 4 മണി വരെ ഓപ്ഷൻ നൽകാൻ, എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷനുകൾ നൽകാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും.